ഗൈസ് അപ്പം ഞാൻ ഫൈനലി നാട്ടിൽ പോവാ. ഇപ്പം ഏതാണ്ട് ഒരു 8 months അല്ല സോറി 10 months കഴിഞ്ഞെന്ന് തോന്നുന്നു ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് നാട്ടിൽ പോയിട്ട്. ഓക്കെ, സോ അപ്പം ഇന്ന് ഇന്ന് 8-ാം തീയതി, നാളെ 9-ാം തീയതി. 9-ാം തീയതി വെളുപ്പിനെയാണ് എനിക്ക് ട്രെയിന് ഇവിടുന്ന്, അതായത് പഞ്ചാബിൽ നിന്ന്. ഓക്കെ, സോ ഗൈസ് എന്താ ഈ വീഡിയോയിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഞാൻ പോണ ജേർണി ആയിരിക്കും. ഞാൻ ഇന്നലെ അത്യാവശ്യം പാക്കിങ് കഴിഞ്ഞു, പക്ഷേ ഇന്നും എനിക്ക് ലൈക്ക് കുറേ ഓർഗനൈസ് ചെയ്ത് വെക്കാനും റൂമൊന്ന് റെഡിയാക്കാനും അങ്ങനെ പാക്ക് ചെയ്യാനും ഒക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇന്നും. ഓക്കെ, സോ ഇന്ന് റൂമൊക്കെ കിടക്കണ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഇങ്ങനെയാണ്. ഇഷ്ടംപോലെ സാധനങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് ഇതൊന്ന് വൃത്തിയാക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കയറി വരാനുള്ളതല്ലേ. സോ അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കണം. പിന്നെ ലൈക്ക് ഫുള്ളൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കണം പാക്കിങ്ങിൻ്റെ സാധനങ്ങളും. ഓ ഗായ്സ്, ഇതിന് നല്ല വെയിറ്റ് ആയി. ഇതിന് വെച്ച ഇത്ര വെയിറ്റ് ആവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. ആൻഡ് ഓൾസോ എനിക്കൊരു വലിയ ട്രോളി ഉണ്ട്. അതിന് നല്ല, ഞാൻ എല്ലാത്തിലും വെയിറ്റ് കുറയ്ക്കാം, ഒത്തിരി ഒന്നും കൊണ്ടുവന്നില്ലല്ലോ, വെയിറ്റ് വളരെ കുറച്ച് മാനേജബിൾ ആയിട്ട് നിൽക്കാന്ന് ഓർത്തിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ, എന്നിട്ടും എല്ലാത്തിനും നല്ല വെയിറ്റ് ഗൈസ്. ഇതിലെന്തോ പാറക്കല്ലിരിക്കണ പോലെ ഒരു ഹെവിനെസ് ഉണ്ട് ഇതിന്. എന്റെ പൊന്നെ, ഇതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് വെയിറ്റ് ഉള്ളു. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഗൈസ്, ഞാൻ ഫഗ്വാഡ റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റാണ്. ഒത്തിരി വലിയ സൗണ്ട് കേൾക്കത്തില്ലായിരിക്കും, കാരണം എനിക്ക് ഒത്തിരി ഒച്ചയ്ക്ക് പറയാൻ പറ്റില്ല. കുറെ നേരമായിട്ട് പോസ്റ്റ് ഗൈസ്. ഐ ഹേറ്റ് ദിസ് പാർട്ട് ഓഫ് അഡൽട്ടിങ്. ഭയങ്കര വെയിറ്റ് ഈ സാധനത്തിനൊക്കെ. ഇതെല്ലാം ഞാൻ തന്നെ ചുമന്നുകൊണ്ട് വരണം, എല്ലാം ഞാൻ തന്നെ മാനേജ് ചെയ്യണം. ഒരു ഒരു പോയിന്റ് വരെ എനിക്കിതൊന്നും പ്രശ്നമല്ല, ലൈക്ക് എനിക്കിതൊക്കെ ഇഷ്ടമാണ് ചെയ്യാൻ. പക്ഷെ ചില സമയത്ത് എനിക്കിത് ഭയങ്കര ടയറിങ്ങാണ്. ലൈക്ക് പറഞ്ഞറിയിക്കായി. ഇനി ഇവിടെ ഇരുന്നിട്ട് വിശക്കണു. ഇനി എനിക്കൊരു 2-2.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു, അറിയത്തില്ല. കുഴപ്പമില്ല ഗൈസ്. പറയാനാണെങ്കിൽ കുറെ പറയണ്ട, പക്ഷെ ഇവിടെ നിന്ന് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. വിശക്കുന്നു. അപ്പം എൻ്റെ റൂമിൽ കുറച്ച് തണ്ണിമത്തൻ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇതൊക്കെ കഴിക്കണം, ഇനി ഇവിടെ ഇരിക്കണം. Guys, finally I'm going now. दरभंगा अमृतसर जननायक एक्सप्रेस दतिया तो चलके सहारनपुर लुधियाना जंक्शन जलंधर सिटी ब्यास से रस्ते अमृतसर. Guys, this is a raw vlog. See, oh shit, I'm not supposed to show this. Time for sleep. Finally, I got a good washroom. Good means ചെറിയ സ്മെല്ലുണ്ട്, ബട്ട് ഇറ്റ്സ് സഹിക്കബിൾ. ഓക്കെ, കമ്പയർഡ് ടു ഓൾ ദോസ്
ഫൈനലി. ഓക്കെ, പണ്ടാരം എന്നെ സമ്മതിക്കണം ഇവിടെ നിന്ന് വ്ലോഗ് എടുക്കുന്നതിന്. സി ഐ എം ടേക്കിംഗ്, ഐ കാൻ ഷോ വാഷ്റൂം. You guys will judge me, I know. The thing is, I can't capture the real beauty of what sleeper class, but I'll try max. कल में बेटा तो बोली यहाँ लेडीज है, मैं बोला मेरा नंबर है, तो मेरे को बोला इधर बैठो, मैं इधर आ गया। कल से ये दिमाग खराब कर दिया, मैं बोला नहीं बोलना है, नहीं बोल, मेरा 30 नंबर ये शो रहे। ഗൈസ്, ഞാനൊന്ന് എൻ്റെ കൂടെ എനിക്ക് വേറൊരു ഫ്രണ്ടിനെ കിട്ടിയായിരുന്നേ. അപ്പൊ പുള്ളിക്കാരിയുടെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി ഞങ്ങൾ AC കമ്പാർട്ട്മെന്റിലോട്ട് വന്നു. ബ്രോ, എന്ത് സുഖ, സ്വർഗം കിട്ടിയ സുഖമായിരുന്നു AC കകത്തോട്ട് കയറിയപ്പോഴത്തേനും. എനിക്കത് കിട്ടേണ്ടതാണ്. ഞാൻ മനഃപൂർവ്വം എടുത്താ സ്ലീപ്പർ. ഞാൻ പറഞ്ഞു, കുറച്ച് എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടി. അപ്പൊ ചുമ്മാ AC കകത്തോട്ട് നല്ല രസം. ഗൈസ്, അപ്പൊ ഫൈനലി ഞാൻ കേരളത്തിലെത്തി. ഓ മൈ ഗോഡ്, കഴുത്തെ കൂടെ ഒക്കെ ചെളി മറ്റേ ഉരുളാൻ തുടങ്ങി. എന്റെ ലൈക്ക് ഫേസ് ഒക്കെ കണ്ടറിയാം, തലയൊക്കെ മറ്റേ വേർത്ത് കുളിച്ച്. കേരളത്തിലാണെങ്കിൽ ഇപ്പൊ മഴയില്ല. ഞാൻ മഴയൊക്കെ എക്സ്പെക്ട് ചെയ്ത് വന്നാ. ഇപ്പൊ ഞാൻ തൃശ്ശൂർ കഴിഞ്ഞു, അപ്പം മഴയില്ലൊരു പോക്കില്ല. അപ്പൊ ഇനി യെസ്, ഉടനെ കോട്ടയത്തും. എനിക്ക് ലൈക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ മലയാളം സംസാരിക്കുന്നതും മലയാളികളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീല് കഴിയും. എന്താ അറിയില്ല, അവിടെ മലയാളികളുണ്ട് മലയാളം സംസാരിക്കാൻ. എന്നാലും കുറെ ലൈക്ക് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ഇങ്ങനെ കാണുമ്പോഴേ, അവിടെ നമ്മൾ സ്റ്റുഡൻസിനെ അല്ലേ കാണുന്നത്. ഓക്കെ ഗൈസ്, അപ്പോ ഏകദേശം ലൈക്ക് 60 hours, 60 മണിക്കൂർ ഞാൻ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ടോട്ടൽ റൺ ടൈം 68 hours 69 അങ്ങനെ അതെനിക്കറിയാം. ഏതാണ്ട് ഒരു 60 hours ഞാൻ ഈ ട്രെയിനിൽ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്തു. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു സ്ലീപ്പർ ക്ലാസ്സിന്റെ ഒരു ബ്യൂട്ടി, അതിനൊരു ബ്യൂട്ടി ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു കണ്ണിൽ കണ്ടാലേ മനസ്സിലാവും. അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യാം. പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമല്ലോ. ലൈക്ക് അത് ആ ബ്യൂട്ടി അത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. ലൈക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് പറയാം, സ്റ്റോറീസ് എല്ലാം. എനിക്ക് ലൈക്ക് റാൻഡായിട്ട് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. ലൈക്ക് പിന്നെ വേറെ ബോഗിയിലൊക്കെ നമ്മുടെ കോളേജിലെ പിള്ളേർ മാത്രമേ ഉള്ളൂ. പിന്നെ AC കകത്തോട്ട് നടന്നപ്പം അല്ലാതെ പരിചയമുള്ള ലൈക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പരിചയമുള്ള ആൾക്കാരെ കിട്ടി. ജമ്മുവിലുള്ള മലയാളികൾ തന്നെ. ലൈക്ക് കുറച്ചും കൂടെ ഞാൻ അങ്ങ് നടന്നായിരുന്നെങ്കിൽ മിക്കവാറും എനിക്ക് കുറച്ച് കുടുംബക്കാരെയും കൂടെ കിട്ടിയേനെ. കാരണം അത്രയും മല്ലൂസുണ്ട് ഈ ട്രെയിനിൽ. ട്രിപ്പൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നവരും അങ്ങനെ കുറെ ആൾക്കാർ. പിന്നെ ഇപ്പൊ എല്ലാരും ഇറങ്ങി തുടങ്ങി. ഇപ്പൊ എല്ലാവരും കാലി തുടങ്ങി. ഞാനും വേറൊരു ചേട്ടനും മാത്രം. അപ്പം ലൈക്ക് ആകെപ്പാടെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ചൂട്, ഭയങ്കര ചൂടായിരുന്നു. ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് എനിക്ക് ആകെ എടുക്കാം, ആ ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി വേറെ പ്രശ്നമൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. സ്ലീപ്പറിൽ ഇങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേന് തൃശ്ശൂർ എത്തുന്നതിന് മുമ്പ് എനിക്ക് 2 ഫ്രണ്ട്സ് അവർ തൃശ്ശൂർ ഇറങ്ങുന്നായിരുന്നു. അവരും ട്രാവലിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പം എന്തായിരുന്നു വേറൊരു ചേട്ടനോട് തന്നെയായിരുന്നു, പുള്ളിയും തൃശ്ശൂർ ഇറങ്ങാനുള്ള. പുള്ളി ആള് കോമഡി ആയിരുന്നു കേട്ടോ. ഇടയ്ക്ക്
കുറെ പറയുകയാണെങ്കിൽ കുറെ പറയുന്നു, പക്ഷെ എന്റെ സ്റ്റോറേജ് അനുവദിക്കില്ല ഇപ്പൊ ലാസ്റ്റ് നമ്മളിപ്പോ ഭയങ്കര നമ്മൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ പറയണം, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ പറയണം, ഈ പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂ പറയണം. അങ്ങനെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ ഒക്കെ ആയിരുന്നു. എങ്ങനെയാണ് ചുമ്മാ നമ്മൾ പൊതുവെ ഇനി വർത്താനം പറയുമ്പോൾ എല്ലാം പറഞ്ഞു പറഞ്ഞു. ഞാൻ കഞ്ചാവടിച്ചോട്ടെ ഗൈസ്, എന്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് എന്തോ സീനുണ്ട്. ഓക്കെ, ഇത് നിങ്ങക്ക് കേൾക്കാവോന്ന് അറിയില്ല. We are about to reach കോട്ടയം. Okay, കോട്ടയം